ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കൂടും കിടക്കെ എടുത്തുകൊണ്ട് നമ്മുടെ മാമൻ്റെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഈ കോസ്റ്റ്യൂം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് അടിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമ്മളിന്ന് മാമൻ്റെ വീട്ടിലോട്ട് പോകുന്നത് നമ്മുടെ കുഞ്ഞിച്ചക്കൻ്റെ നൂലേട്ടാണ്. അത് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് അനിയത്തിമാരും എല്ലാവരും ഉണ്ടായിരുന്നു, നമ്മുടെ ബന്ധുക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ചെന്നപാടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്നു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ബസ് വിടാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ചേച്ചി വിട്ട പാടെ ഓടി. അങ്ങനെ പുറകെ നമുക്ക് സീറ്റൊക്കെ കിട്ടി നമ്മൾ അവിടെ ഇരുന്നു. നമ്മൾ കയറിയ വണ്ടിക്കകത്ത് നല്ല സെൻസുള്ള ആളായിരുന്നു, പാട്ടൊക്കെ ഇട്ടിരുന്നു, നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ട് തന്നു. നമ്മൾ 2-3 സ്റ്റെപ്പൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും സൈഡായി. കുഞ്ഞിപ്പിണ്ണും അതിൻ്റെ കൂട്ടത്തിൽ ഡാൻസൊക്കെ കളിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ നമ്മൾ പോകുന്ന വഴി കുറേ കാഴ്ചകളൊക്കെ കണ്ടാണ് പോകുന്നത്. അപ്പോൾ പാതി എത്തിയപ്പോഴത്തേക്കും നമുക്ക് വിശക്കാൻ തുടങ്ങി, കാരണം നമ്മൾ രാവിലെ ഒന്നും കഴിക്കാതായിരുന്നു ഇറങ്ങിയത്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് വേണ്ടിയിട്ട് കുറച്ച് ബിസ്ക്കറ്റും ബന്നും ഒക്കെ കൈ കരുതിയിട്ടുണ്ടായിരുന്നു. അതിലെ ബന്നങ്ങ് നമ്മൾ എടുത്ത് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ നല്ല കാലാവസ്ഥയായിരുന്നു അന്നത്തെ ദിവസം, നല്ല വെയിലും കാര്യങ്ങളുമായിരുന്നു. അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും കുഞ്ഞിപ്പെണ്ണ് ബസ്സിലിരുന്ന് എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ചേച്ചിയുടെ വീട്ടിലോട്ട് പോവാണ്. നമ്മൾ ചെന്ന പാടെ നല്ല ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതുപോലെ ആമ്പലൊക്കെ വെച്ചിട്ടുണ്ട്, അടുത്ത് തന്നെ ആമ്പൽപ്പാടവും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വേണം ആമ്പൽപ്പാടത്ത് പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കയറി ചെല്ലുവാണ്. ഇതാണ് കുഞ്ഞിച്ചെറുക്കന്. അപ്പോൾ നമ്മൾ കയറി ചെന്നപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞിച്ചക്കനെ മാമനും മാമിയൊക്കെ എടുത്തുകൊണ്ട് വന്ന്, അങ്ങനെ കുറേ നാളിന് ശേഷം കുഞ്ഞിച്ചക്കനെ കാണുന്നത് പോലും. അപ്പോൾ നമുക്ക് നാരങ്ങ വെള്ളമൊക്കെ തന്ന് അങ്ങനെ കുഞ്ഞിച്ചക്കനെ എടുത്തുകൊണ്ട് അനിയത്തി വന്ന്. അങ്ങനെ കുഞ്ഞിച്ചക്കനെ എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിപ്പെണ്ണ് ബഹളം വെക്കുന്നത് കൊണ്ട് ഞാൻ കുഞ്ഞിച്ചക്കനെ എടുത്തില്ല. അപ്പോൾ അങ്ങനെ വല്യമ്മ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും കുഞ്ഞിച്ചെറുക്കനെ ഉമ്മ വെക്കണം, അങ്ങനെ എടുക്കണം. അങ്ങനെ കുഞ്ഞിച്ചക്കന് ഉമ്മയൊക്കെ കൊടുത്ത്. കുഞ്ഞിച്ചക്കൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് എൻ്റെ മാമിയും അനിയനും പിന്നെ കുഞ്ഞിച്ചക്കനും. പിന്നെ ഇതെൻ്റെ 2 അനിയത്തിമാരും, ഇത് എൻ്റെ സ്വന്തം ചേച്ചി. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ യാതൊരു ബഹളവും ഇല്ലാതെ അവിടെ ഇവിടെയൊക്കെ നടന്ന് കളിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് വെച്ചാണെങ്കിൽ ചേട്ടൻ ഇങ്ങനെ പൊക്കിയെടുക്കും. അവനാണെങ്കിൽ കുഞ്ഞിപ്പെണ്ണിനെ ഭയങ്കര ഇഷ്ടമാണ്, അവൾക്കാണെങ്കിൽ അവനെ പേടിയുമാണ്. അവന് ജീവനാണ് കുഞ്ഞിപ്പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്ന്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് എല്ലാവരും ഇങ്ങനെ പരതി നോക്കുക, എന്താണ് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നതെന്ന്. അങ്ങനെ നല്ല ഭംഗിയായിട്ട് മംഗളകരമായിട്ട് നമ്മുടെ കുഞ്ഞിച്ചക്കൻ്റെ 28 അങ്ങനെ നടന്നു. അപ്പോൾ അങ്ങനെ 28 കഴിഞ്ഞ് നമ്മൾ കുഞ്ഞിച്ചക്കന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പേര് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് വേണം നമുക്ക് നേരെ അമ്പൽപ്പാടത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിയോം വിശാന്ത് എന്നാണ് പേര്. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം നേരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ എല്ലാവരും കൂടെ നടക്കുകയാണ്. അപ്പം ഞാൻ, ചേച്ചി, അനിയത്തി, 2 അനിയത്തിമാർ, ചേട്ടന്, പിന്നെ വല്യമ്മയുടെ മൂത്ത മോള്. ഞങ്ങൾ പോകുന്ന വഴിയിലെല്ലാം നല്ല രസമായിട്ട് ഈ മാങ്ങാനാറിപ്പൂ, നിങ്ങളവിടെയൊക്കെ ആ പൂവിന് അങ്ങനെയാണോ പറയുന്നതെന്ന് കമൻ്റ് ഇടണേ, ഈ സൈഡിൽ നിൽക്കുന്ന മാങ്ങാനാറിപ്പൂ. അപ്പോൾ നമ്മൾ പോയ സമയത്ത് നമുക്ക് നല്ല ഐശ്വര്യം ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ കാണാൻ പറ്റിയില്ല ആമ്പൽ, കാരണം ആ സമയമാകുമ്പോഴത്തേക്കും വിരിഞ്ഞ ആമ്പലെല്ലാം അങ്ങ് അടഞ്ഞു പോവും. അങ്ങനെ നമ്മൾ വന്ന സമയത്തായിരുന്നെങ്കിൽ നല്ല പോലെ കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ നല്ല രസമാണ് അത് കാണാൻ. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് നമ്മുടെ ഫുഡ് തീരുമെന്ന് പറഞ്ഞ് നമ്മൾ സ്പീഡിൽ പോവാണ്. അങ്ങനെ കുഞ്ഞിപ്പെണ്ണിനെ ആണെങ്കിൽ ഇവളുമാർ നോക്കിക്കോളും, കാരണം പണ്ട് കുറേ നാൾ നമ്മൾ നോക്കിയതല്ലേ ഇവളുമാരെ. അപ്പോൾ അതുകൊണ്ട് അവളുമാർ കൊണ്ട് നടക്കും കുഞ്ഞിപ്പെണ്ണിനെ. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ഞാൻ പോയിട്ട് വന്നപ്പോഴത്തേക്കും കുഞ്ഞിപ്പെണ്ണ് സൈഡായിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിച്ചക്കന് നല്ല കുപ്പായങ്ങളൊക്കെ ഇട്ട് നമുക്കൊരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞുള്ള നിപ്പാണ് ഇതൊക്കെ. ആ സമയം കൊണ്ട് ഞാൻ യൂട്യൂബിലോട്ടുള്ള വീഡിയോ എടുത്ത് അങ്ങനെ നമ്മളിനിയും നമ്മുടെ വീട്ടിലോട്ട് തിരിക്കുകയാണ്. അപ്പോൾ പോകാൻ ഇറങ്ങുന്ന സമയത്താണ് ചേച്ചിയും ചേട്ടനും ഒക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നത്. അപ്പോൾ അങ്ങനെ കുഞ്ഞിപ്പെണ്ണിനെ എടുത്തുകൊണ്ട് ബസ്സിൽ കയറി. അപ്പോൾ ബസ്സിൽ കയറിയപ്പോൾ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ അവിടെ അങ്ങ് കിടന്ന് കുറച്ച് നേരം കയറി കിടന്ന് ഉറങ്ങി പാതി വഴി എത്തിയപ്പോഴത്തേക്കും കുഞ്ഞിപ്പെണ്ണ് എഴുന്നേറ്റു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും മാമൻ പറഞ്ഞ് നമുക്കെല്ലാവർക്കും കൂടെ ഇവിടെ കൂടിയിട്ട് വൈകിട്ട് പോകാമെന്ന്. അങ്ങനെ പിള്ളേരെല്ലാം ബലൂണ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിയായിരുന്നു, നല്ല രസമായിരുന്നു.
കുറേ നാളിന് ശേഷമാണ് അങ്ങനെ പോയി നിൽക്കുന്നതൊക്കെ. പണ്ട് അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ ഉള്ള സമയത്ത് പോയൊക്കെ നിൽക്കുമായിരുന്നു. ഇങ്ങനെ എന്തെങ്കിലും ഫങ്ഷനും കാര്യങ്ങളൊക്കെ കൂടുമ്പോൾ നമ്മൾ അവിടെ പോയി നിൽക്കും. അപ്പോൾ വൈകിട്ടത്തേക്ക് നമുക്ക് പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു. ചേട്ടൻ വന്ന സമയത്ത് നമുക്കിങ്ങനെ ചോക്കോബാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് കൊണ്ടുവന്നതാണ്, സൈഡായിട്ട് നമ്മൾ എടുക്കുമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബായ്.